കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ലോകത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകരുത് എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പേരുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ശ്രദ്ധിച്ചേ, അവിടെ എങ്ങനെ പറയുന്നു? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. അപ്പോൾ ഇവിടെ ഇന്നത്തെ കാലമെന്ന് പറയുന്നത് വക്രതയുള്ള കാലമാണ്, കോട്ടമുള്ള തലമുറയാണ്. അപ്പോൾ വക്രത എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം, പേർപെർട്ടഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ അവസ്ഥ. അതല്ലേ ഈ കാലത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ലോകജാതികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല ദൈവമക്കളുടെ ഇടയിലും അത് വളരെ ശക്തിയോടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് മാറുന്നത്. നമ്മുടെ നാട്ടുപുറത്ത് ഒരു ചൊല്ല് സാധാരണഗതിയിൽ പറയാറുണ്ട്, കാലം മാറുന്നതിനനുസരിച്ച് കോലം എന്ത് ചെയ്യും? മാറും എന്നുള്ളതുപോലെ കാലത്തിൻ്റെ പോക്കിൽ ദൈവവിശ്വാസത്തെയും വിശുദ്ധിയും വേർപാട് ദൈവകൃപയും ഒക്കെ നഷ്ടപ്പെടുത്തി ദൈവവചനത്തിന് സ്തോത്രം വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആത്മീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലമുറകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ചർച്ചയിൽ വരുമ്പോഴോ കൺവെൻഷനോ മറ്റ് മീറ്റിങ്ങുകളോ വരുന്ന സമയത്ത് കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ച് മുന്നോട്ട് പോകുമെങ്കിലും ദൈവകൃപയിൽ നിന്ന് ഇല്ലെങ്കിൽ യഥാർത്ഥ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഈ തലമുറയുടെ പ്രത്യേകത ഒന്ന്, തലതിരിഞ്ഞ അവസ്ഥയുണ്ട് അല്ലെങ്കിൽ വക്രതയുള്ള തലമുറ. അടുത്ത് പറയുന്നത് കോട്ടമുള്ള തലമുറ. ഈ സാധാരണഗതിയിൽ ഈ വീട് പണികളോ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ കോട്ടം എന്നൊരു വാക്ക് പ്രസക്തമാണ് അല്ലേ. പക്ഷെ അത് നമുക്ക് നേരെയാക്കാൻ പറ്റും. ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും നേരെയാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രണ്ട് തലങ്ങൾ എന്തുവാ? വക്രത, കോട്ടം. ഈ തലമുറയുടെ നടുവിലാണ് ദൈവമക്കളായ നമ്മളുടെ ജീവിതം എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ എങ്ങനെ ഇരിക്കേണ്ടേ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ അനന്യരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ? മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കാത്തവരായിരിക്കണം. നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത നിന്ദകൾ ഒരുപക്ഷെ നമ്മൾ കേട്ടെന്ന് വരാം. എന്നാൽ നമുക്ക് വ്യക്തിപരമായി ദൈവത്തോട് അടുപ്പവും ബന്ധവും ഉണ്ടെങ്കിൽ മറ്റെന്ത് നമ്മുടെ മുൻപിൽ ആരെന്ത് പറഞ്ഞാലും അതിനെ കാര്യമാക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ നിന്ദകളിൽ നിന്ന്, അപവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, അനന്യരാകുക. 2, പരമാർത്ഥികളാകുക. എന്തുവാ ഈ പരമാർത്ഥികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും അഭിനയിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. മറ്റുള്ളവരുടെ മുമ്പേ ഇന്നതാകാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്തോത്രം പല രീതിയിലും അഭിനയിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ഉള്ളിനകത്ത് വേറൊന്നായിരിക്കും, പക്ഷെ പ്രകടമാക്കുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലെ പല ആൾക്കാർ. നല്ലൊരു സമൂഹം അങ്ങനെ ജീവിക്കുന്നവരാണ്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? പരമാർത്ഥികളായിട്ട് ജീവിക്കണം. ദൈവത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പലതും ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും ദൈവത്തിന് മുമ്പിൽ ഒന്നും നടപ്പില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. അടുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ ആകേണ്ടതിന്. അപ്പോൾ അല്ലേ, അപ്പോൾ നിഷ്കളങ്കതയോടിരിക്കുക. യേശു കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മൾ നിഷ്കളങ്കതയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ മുൻപിൽ? ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. അങ്ങനെ ആകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? പെറുപെറുപ്പും വാദവും കൂടാതെ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ പല പ്രവൃത്തികളും ചെയ്യുന്നത് പെറുപെറുപ്പോടെയാണ് അല്ലേ. സ്തോത്രം, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട്, ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നല്ല. സ്തോത്രം, ഒരാളിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയെയോ മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അവർക്കും അനുഗ്രഹമാണ്, നമുക്കും അത് അനുഗ്രഹമാണ്. ഒരു വാക്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? സേവിക്കണം. അപ്പം നമ്മൾ മനുഷ്യർക്കെന്ന പോലെ നമ്മൾ ചെയ്യരുത്, കർത്താവിനെന്ന പോലെ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യണം? അത് സ്തോത്രം, മനസ്സോടെ നമ്മൾ ചെയ്യണം. അപ്പം നമ്മുടെ പ്രവൃത്തികളെല്ലാം മനസ്സോടെ ആയിരിക്കണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി
ഇരിപ്പാനിടയാത്തിന്. അപ്പോൾ പിറുപിറുപ്പോടെയല്ല, പിറുപിറുപ്പും വാദവും കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുവാനിട വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. സ്വർഗ്ഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കടന്നു വരുന്നു. ഈ ദിവസം അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. അങ്ങയുടെ പ്രവൃത്തികളിൽ സ്തോത്രം മനസ്സോടെ പിറുപിറുപ്പില്ലാതെ വാദം കൂടാതെ ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.